എഴുത്തിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു പരീക്ഷയാണ്. എഴുത്ത് പരീക്ഷയൊന്നുമല്ല, പറയുന്ന പരീക്ഷയല്ല. നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ വിജയികളാണോ പരാജിതരാണോ എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്താനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരു മാതൃക ക്രിസ്തീയ ജീവിതം എന്താണത്? അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു മാതൃക ക്രിസ്തീയ ജീവിതത്തിന് വിലയിരുത്താനായിട്ട് കുറഞ്ഞ പക്ഷം നമുക്ക് 6 ടെസ്റ്റുകളുണ്ട്. 6 ടെസ്റ്റുകൾ. അത് നിങ്ങളോട് തന്നെ ചോദിക്കണമേ. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ ശരിയാണോ എന്നാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ശരിയാണ്. ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം ശരിയല്ല. ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ ഒരിക്കലും ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ക്രിസ്ത്യ ജീവിതത്തിലേക്കാൾ കയറിയിട്ടില്ലെന്ന് പറയാം. ഇപ്പം ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ടാണല്ലോ ബന്ധങ്ങൾ. ഭൗതിക വസ്തുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധമുണ്ട്. ഞാൻ മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരെ മാത്രമല്ല, ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം എന്തെങ്കിലും. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞു കുറിച്ചും വചനപഠനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ദൈവമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? ഇന്ന് 1 മണിക്കൂറെങ്കിലും വചനം വായിച്ചവരെത്ര പേരുണ്ട്? 24 മണിക്കൂറിൽ ഒരു ദിവസം ദൈവം നമുക്ക് തന്നിട്ട് അതിൽ 1 മണിക്കൂർ വചനം വായിക്കാൻ, ദൈവം പറയാനുള്ളത് കേൾക്കാനും, 1 മണിക്കൂർ ദൈവത്തോട് നമുക്ക് പറയാനുള്ളത് പറയാനും നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധം ശരിയാണോ? ദൈവമായുള്ള ബന്ധം. 24 മണിക്കൂർ ഒരു വീട്ടിൽ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ജീവിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അല്ലേ? ഭർത്താവ് അവിടെ ഉണ്ട്, ഭാര്യ അവിടെ ഉണ്ട്. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മളങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ നിഗമനം നമ്മളങ്ങനെ അങ്ങ് വെക്കുക. നമ്മളങ്ങനെ അങ്ങ് വെക്കുക. എനിക്ക് ഭാര്യയുമായിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഞങ്ങൾ വെക്കുക. നമ്മൾ ഭാര്യയായിട്ട് വളർത്തണമെന്ന് പറയുന്നില്ല. ഒരു കപ്പ് ചായ വേണം, ചായ കൊണ്ടുവച്ചു. 8 മണിയാകുമ്പം പ്രാതൽ റെഡിയാണ്. പ്രാതൽ കഴിച്ച് പോയി. ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുന്നില്ലേ? ഉണ്ണുന്നു. 4 മണിക്ക് കാപ്പി. സന്ധ്യയാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ കഴിച്ചു. അന്നത്തെ ആശയവിനിമയമൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. അത് വഴക്കൊന്നും കിട്ടുന്നില്ല. തല്ലുപടിയും പിടിയും ഒന്നും ബഹളമൊന്നുമില്ല. പക്ഷേ തമ്മിലൊരു ബന്ധവും. അത് ക്രിസ്ത്യ ജീവിതമാണോ കുടുംബജീവിതമാണോ? ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ സഭയുമായുള്ള ബന്ധം, ഈ ലോകത്തോടുള്ള നമ്മുടെ ബന്ധം, കുടുംബത്തോടുള്ള നമ്മുടെ ബന്ധം, ഇങ്ങനെ ഒരുപാട് തലങ്ങൾ ബന്ധത്തിന് തന്നെയാണ്. ഒന്ന് ചിന്തിച്ചാലോചിച്ച് നോക്കി, തലങ്ങളിലൊക്കെ ബന്ധങ്ങൾ ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യജീവിതം നിങ്ങൾ തുടങ്ങിയിട്ടൊന്നുമില്ല. ആരോ സൂചന പറഞ്ഞ് നിങ്ങൾ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്നു. അതിൽ കൂടുതലൊന്നും കാര്യമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ മാർക്കിട്ടാൽ മതി. ഈ കഴിഞ്ഞ ഈ പകൽ രാവിലെ എഴുന്നേറ്റത് മുതൽ ഇതുവരെയുള്ള സമയത്ത് നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധം ശരിയാണ്. ദൈവത്തോട് എത്ര നേരം നിങ്ങൾ സംസാരിച്ചു? ദൈവത്തിന് പറയാനുള്ളത് എത്ര കാര്യങ്ങൾ നിങ്ങൾ കേട്ടു? ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ മനഃപൂർവ്വം ചെയ്തോ? നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ദൈവം സഹായിക്കണമെന്ന് പറയുന്നത് ബന്ധമൊന്നുമല്ല. നമുക്ക് ചില അത്യാവശ്യം വരുമ്പോൾ അയൽക്കാരനൊക്കെ ചെന്ന് ഇവിടെ 2000 രൂപ 2 ദിവസത്തേക്ക് ഒന്ന് മാറ്റിമറിക്കാനുണ്ടെന്ന് ചോദിക്കുന്ന അവരുമായിട്ടുള്ള ബന്ധമാണെന്ന് കാണിക്കുന്നത്. ബന്ധമൊന്നുമല്ല കാണിക്കുന്നത്. നമ്മൾ ബുദ്ധിമുട്ടിന് അവിടേക്ക് പോയെന്നേ ഉള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടിന് ഉപയോഗിക്കാനുള്ള ഒരാളായിട്ടാണ് ദൈവമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ദൈവവചനത്തോടുള്ള നമ്മുടെ ബന്ധമോ? എത്ര നേരം വചനം വായിച്ചു, എത്ര വചനം ചിന്തിച്ചു, ആലോചിച്ചു, വചനം അനുസരിച്ചു, വചനം മനഃപ്പാഠമാക്കി, വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചു. ഇങ്ങനെ വചനത്തോടുള്ളതായിരിക്കുന്ന നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരുന്നു? ദൈവത്തോട് സംസാരിച്ചോ? നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രമേ ദൈവത്തോട് പറഞ്ഞുള്ളൂ. ദൈവമുള്ളെങ്കിൽ നമ്മൾ റേഷക്കണക്കാരനുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. നമ്മൾ ദൈവവുമായിട്ട് അതിൽ കൂടി ബന്ധമൊന്നുമില്ല. അതുപോലെ സഭയുമായുള്ള ബന്ധം, സഭയെക്കുറിച്ച് ചിന്തിച്ചു, സഭയെക്കുറിച്ച് ആലോചിച്ചു, സഭയിലെ വിശ്വാസികളുമായിട്ട് ബന്ധം പുലർത്തി, അവരെ വിളിച്ചു, അവരുമായിട്ട് സംസാരിച്ചു, സഭാകാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു, ചിന്തിച്ചു, അടുത്ത ആഴ്ചത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ സഭയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, സഭയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചു, സഭയിലെ വിശ്വാസികളെക്കുറിച്ച് ചിന്തിച്ചു, രോഗികളെക്കുറിച്ച് ചിന്തിച്ചു,
നമ്മളിങ്ങനെ ഒരുമാതിരി ക്രിസ്ത്യാനികളെന്ന് പറയും, നാമധേയ ക്രിസ്ത്യാനികളെന്ന് പറയും. അതിനേക്കാൾ ഒരുപക്ഷെ ഇച്ചിരി മെച്ചമായ നല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളെ വിധിക്കുകയല്ല. നിങ്ങളെ വിധിക്കുക, മാർക്കിടാൻ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ പറയാനാരാ? അന്യനെ വിധിക്കാൻ നിനക്കെന്നെ കാര്യം? ദൈവമല്ലേ വിധിക്കുന്നത്. പക്ഷെ നിങ്ങളെ തന്നെ വിധിക്കുന്നെങ്കിൽ വിധിക്കപ്പെടുകയില്ലെന്നുണ്ട്. ഇങ്ങനെയാണ്, നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. അപ്പോ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ മാർക്ക് കൊടുക്കും. ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? സഭയുമായുള്ള നമ്മുടെ ബന്ധത്തിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ഇനി നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധത്തിൽ, അത് ഏറ്റവും വിവാഹിതരല്ലാത്തവരായാലും കുടുംബമാണല്ലോ ഏറ്റവും അടുത്തത്. കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ എത്ര മാർക്ക് കൊടുക്കും? നമ്മളിങ്ങനെ നമ്മുടെ കാര്യം നോക്കി പോകുന്നു എന്നല്ലാതെ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. രാവിലെ സ്ത്രീകളാണ് എഴുന്നേറ്റ്, ഇപ്പൊ പിന്നെ മുറ്റമടിക്കുകയൊക്കെ, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അതുമില്ലല്ലേ. ഒന്ന് മുറ്റമടിച്ചു, പിന്നെന്താണ്, ടാപ്പിൽ വെള്ളമുണ്ട്, അല്ലെ മോട്ടർ അടിച്ച് ഓൺ ചെയ്തു, വെള്ളം വന്നു, ചായ ഇട്ടു, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. അല്ല, കുടുംബമായിട്ടുള്ള ബന്ധം എന്താ? ഭാര്യയും ഭർത്താവും മക്കളും മക്കളും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ, കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞോ, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലെ ഭാര്യ ഭർത്താക്കന്മാർ മണവാളിനും മണവാട്ടി ഒത്തിരി സംസാരിക്കത്തില്ലേ? 2 കൊല്ലം കഴിഞ്ഞാലോ എന്താ പറയാനുള്ളതല്ല, ഒരാഴ്ച കൊണ്ട് പറഞ്ഞു തീർത്ത്. ഇനിയിപ്പോ എന്താ പറയാൻ? അപ്പൊ പിന്നെ നിങ്ങൾ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്താ വെച്ചിട്ട്, കഞ്ഞി വെച്ച് തരാനും ഇങ്ങനെയൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ല തന്നെ. ഒരു സാധാരണ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കുന്നു. ഭർത്താവ് പുറത്ത് ജോലിയാണ്, ഭാര്യ നാട്ടിലാണ്. അവരെല്ലാ ആഴ്ചയും ഒരു കാർഡ് അയക്കും. ഭർത്താവ് എഴുതും ഐ ആം ഓക്കെ, ഹോപ്പ് യു ആർ ഓക്കെ. ഇത്രേ ഉള്ളൂ. ഭാര്യയും എഴുതും ഐ ആം ഓക്കെ, ഹോപ്പ് യു ആർ ഓക്കെ. പക്ഷെ അത് കിട്ടിയില്ല, വലിയ പ്രയാസമാണ്. അത് കിട്ടിയാൽ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അപ്പൊ ഇങ്ങനെയൊന്നും വന്നുകൊണ്ടിരുന്നു പോസ്റ്റ്മാൻ ഇത് വായിക്കുമായിരുന്നു. പോസ്റ്റ്മാൻ പറഞ്ഞു, ഇതിനു വേണ്ടി ഞാൻ കൊണ്ട് കൊടുക്കണം, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, പിന്നെ ആരെ കൈരിക്കാന്ന് ഓക്കെ അല്ലാത്തത്. അയാളെ എഴുത്ത് കൊടുക്കാതെയായി. 2 മാസം എഴുത്ത് കൊടുക്കാതെ ആയപ്പോ ഭർത്താവിനവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ വരുന്നില്ലല്ലോ. ഭാര്യയ്ക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ. അപ്പൊ ഏതാണ്ട് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞ ആ 2 വാക്കുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ് ജീവിതം. അത്രയും കിട്ടിയില്ലേ ബുദ്ധിമുട്ടാ. പണ്ടത്തെ പിന്നെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്നും അങ്ങനെ സംസാരിക്കില്ല. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കല്യാണം കഴിച്ചു വന്നാൽ സംസാരിക്കാനൊന്നും അവസരമൊന്നുമില്ല. ഇന്നിപ്പോ അങ്ങനല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനൊക്കെ ഇഷ്ടം പോലെ അവസരമുണ്ട്, പക്ഷെ സംസാരിക്കാനൊന്നുമില്ല. ചില പറയും ഓഫീസ് വന്നാൽ ഉടനെ അയാൾ മുറി കയറും, വാതിൽ പടയ്ക്കും, രാവിലെ എഴുന്നേറ്റ് വരും, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് സ്ഥലം വിടും. ദൈവമായുള്ള ബന്ധം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചില പതിവുകൾ, രാവിലെ എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചു, 2 വാക്ക്, എല്ലാം കൊണ്ട് 2 മിനിറ്റ്, 5 മിനിറ്റ് കൂടാത്ത ഒരു കുടുംബാരാധനയാണ് മിക്കവാറും വീടുകളിലുള്ളത്. 5 മിനിറ്റ് കൂടാതെ നമ്മുടെ ബന്ധങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് നോർമൽ ക്രിസ്ത്യൻസ്, വി ആർ അബ്നോർമൽ ക്രിസ്ത്യൻസ്. നമ്മളെ മാതൃകാ വിശ്വാസികളല്ല, നമ്മള് ഒരുപാട് കുറവുകളുള്ള മാതൃകയല്ലാത്ത വിശ്വാസികളാണ്. സഭയോടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ തന്നെ എത്ര പേര് വന്നു? എല്ലാവരും വരാനും എത്ര പേര് വരണം? വരാത്തവര് തുടർച്ചയായിട്ട് വരുന്നില്ല. അവർക്ക് അതേക്കുറിച്ചൊരു ബോധവും ഇല്ല. അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ മനസ്സിൽ പറയും, എന്ത് സഭ, ആരുടെ സഭ, എന്താ സഭ, ഞായറാഴ്ച പോകുന്നുണ്ട്, അത് മതി, ഈ കൂടുതൽ സഭയുടെ ആവശ്യമൊന്നുമില്ല. അവർ പറയുന്നത് ശരി, അവർക്ക് അതിനെ കൂടുതൽ ആവശ്യമില്ല. സഭയ്ക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും, പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ നമ്മുടെ ഈ ബന്ധങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ ഒന്ന് മാർക്കിടണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ പോയി കാര്യമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം, ദൈവമേ, നീയുമായുള്ള എൻ്റെ ബന്ധം ശരിയാണ്. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പീൻ, ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവനെ എപ്പോഴും സ്തുതിപ്പീൻ, രാത്രി സ്തുതിപ്പീൻ, രാവിലെ സ്തുതിപ്പീൻ, പുതിയ ഗീതങ്ങൾ അവന് പാടുവീൻ, തപ്പോടും കീർത്തനത്തോടും കൂടെ പാടുവീൻ, ഇങ്ങനെ തപ്പ് കൊണ്ടുവീൻ, എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത്. അർദ്ധരാത്രി എഴുന്നേറ്റ് ഞാൻ ദൈവത്തെ സ്തുതിക്കും, യാമം തോറും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതുപോലെ ഓർമ്മ. യാമം തോറും നമ്മൾ ഉറങ്ങുകയല്ലാതെ എന്താ നമ്മൾ ചെയ്യുന്നത്?
അപ്പൊ ക്രിസ്ത്യ ജീവിതത്തെ പറ്റി ഒത്തിരി പഠിച്ചത് കൊണ്ട് എന്ത് സാധിക്കാൻ? ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, നോട്ട്ബുക്കിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ട്, പക്ഷെ ബന്ധം ശരിയാവുന്നില്ല. ശരിയാക്കണം സഹോദരന്മാർ. കർത്താവിനോടും കർത്താവിന്റെ വചനത്തോടും കർത്താവിന്റെ സഭയോടും ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ബന്ധം ശരിയാകണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ട് പ്രധാന കാര്യങ്ങളാണ്. പിന്നെ ദൈവത്തോട് നിലനിൽക്കുവിൻ എന്ന ദൈവത്തിന് പകരം ഉപേക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. ലേഖനത്തിൽ അങ്ങനെയാ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവത്തോട് നിലനിൽക്കുവിൻ എന്ന് ദൈവത്തിന് പകരം അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവാഞ്ചലിസം, നമ്മുടെ സുവിശേഷ വേലയൊക്കെയാണെന്ന് പറയുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം ഇതുവരെ ഒരാത്മാവിനെ പോലും നേടാത്ത ആളുകൾ ഇവിടെ കാണും. രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ കർത്താവിന് വേണ്ടി ഒരാത്മാവിനെ പോലും നേടിയിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമാണ്, കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു കുഞ്ഞുണ്ടായില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി മച്ചി ക്രിസ്ത്യാനികളുണ്ട്. ഒരാത്മാവിനെ കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് ആളുകൾ പറയും. നമുക്ക് ആരുണ്ട്? സുവിശേഷം പറഞ്ഞു എന്നുള്ളത് നല്ലതാണ്. കാരണം കൊരിന്ത്യർ പറയുന്ന രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമ്മൾ ദൈവത്തിന് സമർപ്പിവാസനായ യാഗമാകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു ശിഷ്യനെ, ഒരു വിശ്വാസിയെ, ഒരു ശിഷ്യനെ, ഒരാത്മാവിനെ വല്ലതും ഉണ്ടോ? എന്താ ക്രിസ്ത്യ ജീവിതം? എന്തിനു ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യത്തിൽ നാം ഒട്ടും വിശ്വസ്തരല്ലെന്നാണ്. അപ്പൊ നമ്മളൊക്കെ വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയാ കേട്ടോ. ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുകയല്ല, നമ്മളെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല. നമ്മളൊക്കെ വിശ്വാസികളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ പറയായിരിക്കും. അതുകൊണ്ട് ഒരു സ്വയപരിശോധനയും ഒരു പുനഃസമർപ്പണവും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭകൾ എന്തുകൊണ്ടാണ് ആത്മീയമായ ഉന്മേഷമില്ലാത്ത സഭകളായിരിക്കുന്നത് ചോദിച്ചാൽ ഇതുകൊണ്ടാണ്. ബന്ധങ്ങൾ നമ്മുടേത് ശരിയാണ്. ചില വീട്ടിൽ ചെന്നാൽ ഉടനെ നമുക്കറിയാം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം ശരിയല്ല, അപ്പനും മക്കൾ തമ്മിലുള്ള ബന്ധം ശരിയല്ല. ചെന്നാൽ ഉടനെ അറിയാം. എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ അവിടെ നാം നോർമലായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ. വീട്ടിൽ നമ്മൾ ചെന്നാൽ ഉടനെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ, മക്കളുടെ മുഖത്ത് നോക്കിയാലൊക്കെ ഒരു പ്രതികരണമില്ലേ? ഒരു പോലീസുകാരൻ ഒരു വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വരുമ്പോ ആളുകളുടെ മുഖത്ത് നോക്കിയാൽ എങ്ങനെയാണോ അതുപോലെ വിശ്വാസികൾ കയറി ചെന്നാലും ആളുകൾ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചില വീടുകളിലെ ഭാര്യയും ഭർത്താക്കന്മാരും ഒരുമിച്ചിരുന്ന് ആഹാരം പോലും കഴിച്ചിട്ട് കാലങ്ങളായി. ഭാര്യ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, ഭർത്താവിന് വിളമ്പി കൊടുക്കുന്നുണ്ട്, ആള് തിന്നിച്ചിരുന്നിട്ട് പോകുന്നുണ്ടെന്നല്ലാതെ അവർ ഒരുമിച്ചിരുന്നൊന്നും ആഹാരം കഴിച്ചിട്ട്. ഭാര്യയും മക്കളും എല്ലാവരും കൂടെ സകുടുംബം ഒരുമിച്ചിരുന്ന് നേരമെങ്കിലും ആഹാരം കഴിച്ച്. അങ്ങനെ നിങ്ങൾ മേശന് ചുറ്റും ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ആഹാരം കഴിക്കുന്ന സമയത്തെ കുറിച്ചാണ്. ഭാഗ്യവാനായ മനുഷ്യന് അവന്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ മക്കൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒലിവൈകൾ പോലെ എന്നൊക്കെ പറയുന്ന അതാണ്. അപ്പനും അമ്മയും മക്കളും മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, അന്നത്തെ കാര്യങ്ങൾ എല്ലാവരും പങ്കുവയ്ക്കുന്നു. എന്താ നടന്നതെന്ന്, സ്കൂളിൽ എന്താ നടന്നത്, കോളേജിൽ എന്താ നടന്നത്, ഓഫീസിൽ എന്താ നടന്നത്, കൃഷി സ്ഥലത്ത് എന്താ നടന്നത്, വീട്ടിൽ എന്താ നടന്നത്, അതെല്ലാവരും പങ്കുവയ്ക്കുന്നു. ഓരോരുത്തർ പ്രശ്നങ്ങൾ അവർ പറയുന്നു, എല്ലാവരും അതിൽ പങ്കാളികളായി തീരുന്നു. അവിടെ ആവശ്യമായ ആലോചന കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയമെങ്കിലും അത് പ്രാർത്ഥിക്കുന്നു. എന്ത് നല്ല ബന്ധമാണ് ഇതങ്ങനെ വല്ല ബന്ധമുണ്ടോ? ബന്ധമൊന്നുമില്ല. ഇപ്പൊ ചിലർക്ക് ഈ പറയാ ഈ ഭാര്യമാരും ഭർത്താക്കന്മാരും ഭയങ്കര ആത്മീയരായി തീർന്നാൽ ഭയങ്കര അപകടമാണ്. കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവവുമായിട്ടും വചനവുമായിട്ടും മാത്രമേ ബന്ധമുള്ളൂ. ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധമില്ല. എപ്പം നോക്കിയാലും ബൈബിളുമായിട്ട് ഭാര്യ ആ മുറിയിൽ, ഭർത്താവ് ഈ മുറിയിൽ, അവർ തമ്മിൽ സംസാരിക്കുന്നതേ ഇല്ല. അതൊക്കെ വ്യാജ ഭക്തിയാണ്. പത്രോസിനെ മോഷ്ടിച്ച് പൗലോസിന് കൊടുത്ത ഭക്തിയാവും. ഭർത്താവിനെ മോഷ്ടിച്ചല്ലേ ഭാര്യയെ മോഷ്ടിച്ച് ദൈവത്തിന് കൊടുത്ത ഭക്തിയാവും? ഭക്തിയാവില്ല. അപ്പൊ ഭക്തിയുടെ മറവിൽ പോലും കുടുംബജീവിതങ്ങളുടെ ശിഥിലമാണെന്നാണ് കാണിക്കുന്നത്. ഭക്തി ഒരു മറവാക്കിയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നല്ല ബന്ധങ്ങൾ നിങ്ങൾ സ്ഥാപിക്കണം കേട്ടോ. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം. രണ്ടാമത് നിങ്ങൾ മാതൃകാ വിശ്വാസിയാണോ എന്ന് അറിയാനായിട്ട് രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം നിങ്ങളുടെ വളർച്ച എങ്ങനെയാണ്? ഹൗ ഈസ് യുവർ ഗ്രോത്ത്? ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ഒരു വളരുന്ന ജീവിതമല്ലേ. ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്,
മധ്യവയസ്സുണ്ട്, ഇല്ലേ? പിന്നെ സാധാരണക്കാർ മധ്യവയസ്സിൽ നിന്ന് പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോയാൽ വാർദ്ധക്യമുണ്ട്. ഇങ്ങനൊക്കെ ഉണ്ട്. അതികൂളി സ്റ്റേജസ് ഉണ്ട്. എന്നും അങ്ങ് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുകയാണ്, ശൈശവത്തിൽ തന്നെ ഇരിക്കുക. ജനിച്ചിട്ട് 5 വർഷമായി, ഇപ്പോഴും ശിശുവാണ്, എഴുന്നേൽക്കുകയില്ല, ഒറ്റ കിടപ്പാ. അത് കവിണ് വീഴുക പോലുമില്ല. സന്തോഷമായിരിക്കുമോ? ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപദ്രവവും ഇല്ല. അതൊന്നും എഴുന്നേൽക്കുകയില്ല, നീന്തുകയുമില്ല, ഒരൊറ്റ കിടപ്പം കിടന്നു. അല്ലെ? ക്രിസ്ത്യൻ ജീവിതത്തിൽ ചില വിശ്വാസികൾ അങ്ങനെ അവരങ്ങനെ സഭയിൽ വന്നാലൊന്ന് സ്തോത്രം ചെയ്യുകയോ ഒരു സംഘത്തിന് വായിക്കുകയോ അവർ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുകയോ അവർക്ക് ദൈവം കൊടുത്ത കൃപാവരം എന്താണെന്ന് അവർ കണ്ടെത്തുകയോ പ്രകടിപ്പിക്കുകയോ പ്രകാശിപ്പിക്കുകയോ ഒന്നും ചെയ്യും. നമ്മുടെ സഭകൾ മാത്രമല്ല, സഭകൾ പൊതുവിൽ അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. ഒക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി, കൃത്രിമം എന്ന് പറയാം. യോഹന്നാൻ വിളിച്ചപ്പോ കുഞ്ഞുങ്ങളെ എന്നൊരു കൂട്ടരെ വിളിച്ചു, ബാല്യക്കാരെ എന്നൊരു കൂട്ടരെ വിളിച്ചു, പിതാക്കന്മാരെ എന്ന് വേറൊരു കൂട്ടരെ വിളിച്ചു. എബ്രായലേഖനം എഴുതിയ ആള് വിലപിച്ചു, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നവരാണ് നിങ്ങൾ, പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് ദൈവത്തിന്റെ ആദ്യപാഠങ്ങളെ ഉപദേശിച്ചറിയേണ്ട കാര്യമായി. പിന്നെയും അടിസ്ഥാനം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെങ്കിലെ വിശ്വാസം, മരിച്ചവരുടെ ഉയർപ്പുനരുത്ഥാനം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, ഇങ്ങനെ വെച്ചാറും അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാ ഞായറാഴ്ചയും അതിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. എല്ലാ ക്യാമ്പിലും അതാണ് വിഷയം. എബ്രായലേഖനം പറഞ്ഞു, വിടെന്ന് പറഞ്ഞു, വിട്ടേച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പുരോഗമിക്കാൻ പറഞ്ഞു. എബ്രായലേഖനം പറഞ്ഞു, എന്നോട് നിങ്ങളോട് പലതും പറയാൻ എനിക്കുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് അത് സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന ആത്മീയ പക്വതയായിട്ടില്ല. കൊരിന്ത്യരോട് സംസാരിച്ച പറഞ്ഞു, നിങ്ങളുടെ ആത്മീയരെന്നുകൊണ്ടും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, നിങ്ങൾ ജഡികരാണെന്ന് പറഞ്ഞു. നിങ്ങൾ ജഡികരാണ്. ഒരു സഭയെ നോക്കിക്കൊണ്ട് ജഡികരാണെന്ന് പറഞ്ഞ എന്തായിരിക്കും സഭയുടെ സ്ഥിതി? സഭകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ജഡികരാണെന്ന് പറയുമോ അതോ ആത്മീയരാണെന്ന് പറയും? നിങ്ങൾ ശിശുക്കളാണെന്ന് പറയോ അതോ പ്രായപൂർത്തിയായ പിതാക്കന്മാരാണെന്ന് പറയാം? ദുഷ്ടനുമായിട്ട് മല്ലിട്ട് ദുഷ്ടനെ തോൽപ്പിക്കുന്ന ബാല്യക്കാരാണോ നിങ്ങൾ? ഏത് ഗ്രൂപ്പിൽ വരും നിങ്ങൾ? വേറും ജഡികന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. ഓരോ സഭകളിലെ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ട് ഞാൻ പറയാം, സഭയിലോട്ട് ഞാൻ പോകുന്നതേ കുട്ടി യാതൊരു കാര്യമില്ല. വെറും കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കില്ലേ? കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ചില സഭകൾ വഴക്കുണ്ടാക്കുക. കൂട്ടുകെട്ടുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നിമിഷം തുടങ്ങിയ ഞാൻ ഇനി സഭയിലേക്കില്ല എന്ന് ഒരു മാസം 10 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി ഞാൻ ഇനി അങ്ങോട്ടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു പ്രോബ്ലമാണ്. ഒരു മനുഷ്യനെ വളർച്ച 4 തലങ്ങളിലാണ് ഉണ്ടാകേണ്ടത്. ഒന്ന് അവന്റെ ശാരീരിക വളർച്ച. കർത്താവിനെ പറ്റി പറഞ്ഞപ്പോ പൈതൽ വളർന്നു, എന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്, പൈതൽ വളർന്നു. അവന്റെ ഇന്റലക്ച്വൽ വളർച്ച, ബുദ്ധിപരമായ വളർച്ച. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 40-ാം വാക്യത്തിലും 52-ാം വാക്യത്തിലും കർത്താവിന്റെ 2 സ്റ്റേജിലെ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. 12-ാമത്തെ വയസ്സിലെ കാര്യമാണ്. യെരൂശലേം ദൈവാലയത്തിൽ പോയ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. പൈതൽ വളർന്നു. കാരണം അത് കഴിഞ്ഞ് 41-ാമത്തെ വാക്യത്താണ് അവൻ ആണ്ടൂർ ബസവപരിതാണ് യെരൂശലേമിൽ പോവും, യേശു പോയിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ 12 വയസ്സുള്ളപ്പോഴത്തേക്ക് പറയാണ്, എന്താ പറഞ്ഞത്? വളർന്നു. അത് ശാരീരികമായി വളർന്നു, ജ്ഞാനം നിറഞ്ഞു, അവന് ബുദ്ധിപരമായ വളർച്ചയുണ്ടായി, ആത്മാവിൽ ബലപ്പെട്ടു, ആത്മീയ വളർച്ചയുണ്ടായി, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അത് നല്ല വളർച്ചയാ. നമ്മുടെ 12 വയസ്സുള്ള പിള്ളേരെ പറ്റി എന്താ പറയുന്നത്? 12 വർഷമായി രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ച് എന്താ പറയുന്നത്? പിന്നെ ശാരീരികമായ വളർച്ച പോലെ തന്നെയാണ് ബുദ്ധിപരമായ വളർച്ച, അല്ലേ? ജ്ഞാനം നിറഞ്ഞു. അറിവ്, ജ്ഞാനം, പരിജ്ഞാനം, വിവേകം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. വിവേചന ശക്തി, കാര്യങ്ങളെ തിരിച്ചറിയാൻ, ശരിയേത്, തെറ്റേത്, നല്ലതേത്, മോശമായതേത്, യോഗ്യമായതേത്, അയോഗ്യമായതേത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവായി ജ്ഞാനം എന്ന് പറഞ്ഞു. എവറസ്റ്റിന്റെ ഉയരം എത്രാന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾ പരീക്ഷ ചിലപ്പോൾ ജയിക്കില്ലായിരിക്കും. ആ അറിവിനെ കുറിച്ചല്ല ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ജ്ഞാനം, ജീവിക്കുന്നത് എങ്ങനെയാണ്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, ജീവിതത്തിന്റെ സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, അത് പലർക്കും അറിയില്ല. ഓരോരുത്തരെ ഓരോ കാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആള് പിന്നെ അതിന് പുറകെ നടക്കണം. ജ്ഞാനമില്ലാത്ത ആളുകൾ, പ്രായം തീരെ ഇല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരുപാട് ജ്ഞാനമുണ്ട്, പ്രായോഗിക ജ്ഞാനമുണ്ട്. അത് ചെറുപ്പത്തിലെ വീടുകളിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു വീട്ടിലെ
കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ അപ്പൻ അവിടെ ഇല്ലായിരുന്നു, അപ്പൻ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോ അയൽവക്കത്തെ സ്നേഹിതനോട് ഒരു ചെറുപ്പക്കാരനുണ്ട്, ചെറുക്കാൻ പറഞ്ഞു മോനെ സ്കൂളിൽ വരുന്ന കൊണ്ടുവിടാന്ന്. കൊണ്ടുവിട്ടു. സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഇറങ്ങാൻ നേരം അവൻ പറഞ്ഞു, കുട്ടി പറഞ്ഞു, അങ്കിളെ പോകുമ്പോ 2 പാക്കറ്റ് തൈരൂടെ വാങ്ങിച്ചോണ്ട് പോണോന്ന് പറഞ്ഞു. രണ്ടാം ക്ലാസ്സിലെ കൊച്ചാ, 2 പാക്കറ്റ് തൈരൂടെ വാങ്ങിച്ചോണ്ട് പോണോന്ന്. നടന്ന കാര്യമാണ്. അപ്പോ ആ അങ്കിള് പറഞ്ഞു, അവനോട് പറഞ്ഞു, അത് നിന്റെ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇന്നലെ വൈകിട്ട് അത്താഴത്തിന്റെ അവിടെ ഇരിക്കുമ്പോ, മേശ ഇരിക്കുമ്പോ അമ്മ അപ്പനോട് പറയുന്നത് കേട്ടായിരുന്നു, ഒരു തൈര് വിടില്ല, 2 പാക്കറ്റ് തൈര് നാളെ വാങ്ങും. അപ്പോ മക്കൾ 2 പാക്കറ്റ് തൈര് വാങ്ങിച്ചോണ്ട് കൊടുത്തു. അപ്പൊ അവിടെ വീട്ടുകാരെ സംബന്ധിച്ച് തൈര് കൊണ്ടുവന്നത് മോൻ പറഞ്ഞായിരുന്നു 2 പാക്കറ്റ് തൈര് വാങ്ങും. അത് ശരി. അവൻ പറഞ്ഞു ഇന്നലെ അത്താഴം കൊണ്ടുമ്പോ 2 പാക്കറ്റ് തൈര് വാങ്ങണമെന്ന് മമ്മി ഡാഡിയോട് പറയുന്നത് കേട്ടായിരുന്നു. അത് വിവേകമാണ്. 2 ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ വിവേകം. 20 കൊല്ലം വിവാഹിതം നടത്തിയ ഭർത്താവിന് വിവേകമില്ല. വിവേകം എന്നൊക്കെ പറയുന്നത് വലിയ പ്രായോഗികമായ കാര്യം. അത് ചെറുപ്പത്തിലെ വീടുകളിൽ നിന്ന് പഠിക്കുന്നതായി വിവേകം എന്ന് പറയും. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത്, എപ്പോഴാ സംസാരിക്കേണ്ടത്, എപ്പോഴാ സംസാരിക്കേണ്ടത് പാടില്ലാത്തത്. ഇതൊന്നും ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇങ്ങനെ വളർന്നു, തിരുന്നു, ശരീരമൊക്കെ വളർന്നു, വീശയൊക്കെ ആയി, നാടിയൊക്കെ ആയി, ഇങ്ങനെ ശരീരമൊക്കെ വലുതായി എന്നല്ലാതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല വിവേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിവേകവും ഇല്ല. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിലും അതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ വിവേകം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ട്. ഒരു സഭകളിലേക്ക് വന്നാൽ എന്താണ് അവിടെ ആവശ്യം, എന്താണ് ചെയ്യേണ്ടത്? ഇന്ന സൗകര്യം വന്നില്ലല്ലേ, അപ്പൊ കസേരയൊന്നും ഇട്ടിട്ടില്ല, തൂത്തു അടിച്ചു വാരിയില്ലല്ലേ. പെട്ടെന്ന് തന്നെ ആരോടും പറയുന്നില്ല, അടിച്ചു വാരി തൂത്തു കസേര ഇട്ടു തുടച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ചെയ്യേണ്ട ആള് ചിലപ്പോൾ താമസിച്ചാണ് ഓടിക്കതിച്ച് വന്നപ്പോഴത്തേക്ക് അത് നോക്കിയപ്പോ എല്ലാം ചെയ്തു. ആരായി ചെയ്തത്? അങ്കിള് വന്നില്ല, ഞാൻ കണ്ടു, ഞാൻ അങ്ങ് ചെയ്തു. നീ വിവേകമുള്ളവൻ, ഉത്തരവാദിത്വ ബോധമുള്ളവൻ. മറ്റുള്ളവരെന്ത് പറയും? ചെയ്യാൻ വേണേന്ന് ചെയ്തിട്ട് എനിക്കെന്റെ കാര്യം അല്ലേ? ഉത്തരവാദിത്വ ബോധമില്ലാത്ത, വിവേകമില്ലാത്ത. വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അമ്മ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന പിള്ളേരുണ്ട്. മോളെ ഇത്രാക്ഷരത്തിൽ വെച്ച് അല്ലെ പറഞ്ഞില്ലെങ്കിൽ അത് ഒരാഴ്ച അവിടെ. മോളെ മുറ്റം ഓടിച്ച് മുറ്റം, മോനെ ഇതൊന്നും ചെയ്ത് പറഞ്ഞാൽ മാത്രം. അതും സന്തോഷത്തോടൊന്നും അല്ല ചെയ്യുന്നത്, പിന്നെ പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നു. ചെയ്യാതിരിക്കാൻ 100 ഒഴിവൊഴിവുകൾ പറഞ്ഞു നോക്കും. ചിലരോടൊന്നും പറയണ്ട, രാവിലെ എഴുന്നേറ്റ എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അവരൊന്ന് ചോദിക്കും, ഇനി വല്ലതും ചെയ്യാനുണ്ടോ അമ്മേ, ഡാഡി ഇനി വല്ലതും ചെയ്യാനുണ്ടോ? രാവിലെ എഴുന്നേറ്റ് അവരൊന്ന് ചോദിക്കും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്തെങ്കിലും പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ ഈ വിവേകത്തിന്റെ വളർച്ചയുടെ ഒരു സ്റ്റേജാ. ഈ കല്യാണം ആലോചിക്കുമ്പോഴേ കണ്ടാൽ കൊള്ളാവുന്ന ചെറുക്കനാണ്, അല്ലെങ്കിൽ എല്ലാവരേക്കാൾ നീളം കൂടിയവനാണ്, 5 അക്ക ശമ്പളം ഉള്ളവനാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവനാണ്, ടെക്നിക്കൽ ഡിഗ്രി ഉള്ളവനാണ്, ഇതൊന്നും നോക്കി പെൺപിള്ളേരെ കല്യാണം കഴിപ്പിച്ചു വിടരുത്. അതൊന്നും വിവാഹത്തിന്റെ യോഗ്യതയും. കാര്യവിചാരം ഉള്ളവനാണ്, ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്, മാതാപിതാക്കളെ സ്നേഹിക്കുമോ, സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കുമോ, വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ അറിയാവുന്നവനാണോ, ഇതൊക്കെയുണ്ട്. മറ്റേതൊക്കെ സാഹചര്യമാണ്. എല്ലാവരും പഠിപ്പിക്കാൻ അപ്പനും അമ്മയ്ക്കും കഴിവില്ല, കൊണ്ട് പഠിപ്പിക്കില്ല. പക്ഷെ അങ്ങനൊന്നും അല്ല ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇന്നെന്താ ദൂരെ വിവാഹമോചനങ്ങൾ നടക്കുന്നറിയാം. കഴിഞ്ഞ ആഴ്ച തന്നെ 1-2 വിവാഹമോചനങ്ങളെ കുറിച്ച് ഞാൻ കേട്ടു. കല്യാണം കഴിച്ചിട്ട് അധികം കാലമൊന്നും ആയില്ല, 1 കൊല്ലമോ താഴെയൊക്കെ ആയുള്ളൂ. പിരിഞ്ഞേക്കാന്നാ പറയുന്നത്. പിരിഞ്ഞേക്കാം, ജീവിക്കാൻ അറിയില്ല. അപ്പൊ ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ ജീവിക്കാൻ അറിയാം. 52-ാമത്തെ വാക്യം കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അവിടെ എന്താ പറയുന്നത്? യേശുവോ, മറ്റനേകരെ കുറിച്ച് കോൺട്രാസ്റ്റാ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 30-ാമത്തെ വയസ്സിലെ വളർച്ച. അത് കഴിഞ്ഞിട്ടാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുക. 12-ാമത്തെ വയസ്സിൽ 30-ാമത്തെ വയസ്സിലും ആ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് വരണം. ചില വീട്ടിലെ അപ്പന്മാര് മരിച്ചു പോവും, 2-3 സഹോദരിമാരെ കാണും. അതായത് സ്വത്തൊന്നുമില്ല, അമ്മയ്ക്ക് ആരോഗ്യമില്ല. ഈ ഒരു മൂത്ത മോനാണ്, അവന് 10-14 വയസ്സേ കാണും. ഈ ചെറുക്കനാണ് ആ വീട്ടുകാരെ മുഴുവൻ നടത്തി, പെൺപിള്ളാരെ എല്ലാം പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് എല്ലാം ചെയ്യും. അവന് പഠിക്കാനൊന്നും സമയം കിട്ടി, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണ്ടേ. അപ്പൊ അവനെ ഒരു IAS കാരനേക്കാൾ മെച്ചമായിട്ടാണ് കാണുന്നത്. ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്, ജീവിക്കാൻ പഠിച്ചവനാണ്. ചില ആളുകൾ ഒരു ജോലി ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളുകൾ.
അവർക്ക് ചെയ്യാൻ അറിയയില്ല. അവരുടെ മാതാപിതാക്കൾ അവരെ ഓവർ പ്രൊട്ടക്ട് ചെയ്യും. സ്പോയിൽ ദിയർ ചിൽഡ്രൻ. എൻ്റെ അപ്പനും അമ്മയൊക്കെ, അമ്മ എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിച്ചിട്ടില്ല. അടുക്കള വല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പയറിക്കും. അപ്പൻ നല്ലതായിട്ട് ജോലി ചെയ്യും. ഞങ്ങളുടെ ആ മലയുടെ മുകളിലൊക്കെ ഏത്തവാഴ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ജോലിക്കാർ വരും, 4 കൊല ഒരു വലിയ കൊട്ടയ്ക്കകത്ത് വെക്കും. എൻ്റെ കൊട്ടയ്ക്കകത്ത് 2 കൊലയും വെക്കും. പിടിച്ച് തലയിൽ വെച്ച് തരും. ആ ഇറക്കി താഴെ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെയും പോകണം. വീട്ടിലൊരു 6-7 പശുക്കളുണ്ടായിരുന്നു. അതിന് മുഴുവനും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വീട്ടിൽ വന്നു 4 മണിക്ക് വന്നാൽ ഇതിന് മുഴുവൻ അടുത്ത ദിവസം ആ സമയം വരെ തിന്നാൻ ആവശ്യമായ പുല്ലായിരിക്കും കൊണ്ടിടണം. അത് കൊണ്ടിട്ടില്ലെങ്കിൽ അത്താഴമൊക്കെ തരും, സന്തോഷത്തോടെ തരത്തില്ല. ഉള്ള കാര്യം പറയും. പശുൻ പറയും, നിനക്കൊന്നും ചാപ്പാട് തരണതല്ല, നീ പശുവിന് ചാപ്പാട് കൊടുത്തില്ലല്ലോ, നിനക്ക് എന്തിനാ ചാപ്പാട് തരും? അപ്പൊ അങ്ങനൊക്കെ ജീവിച്ചവർക്ക് എവിടെയും പോയി ജീവിക്കാൻ കഴിയുമേ? സുവിശേഷത്തിലും അങ്ങനെ തന്നെയാ, സഭാകാര്യങ്ങൾ നോക്കുന്നതിലും അങ്ങനെ തന്നെയാ. അപ്പൊ ഈ വളർച്ച എന്ന് പറയുന്നതിന് വലിയ കാര്യമാകട്ടോ, ചെറിയ കാര്യമല്ല. ഞാൻ നിങ്ങളോട് പറയാം, ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും സ്പിരിച്വൽ വളർച്ചയെ കുറിച്ച് പറയണ്ടല്ലോ. അതുപോലെ മെന്റൽ വളർച്ച എന്ന് പറയും. മാനസിക വളർച്ച, സാമൂഹ്യ വളർച്ചയുടെ ഭാഗമാണ് മാനസിക വളർച്ച. വിമർശനങ്ങളെ സഹിക്കാനൊക്കില്ല, എതിർപ്പുകളെ സഹിക്കാനൊക്കില്ല. ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇനിയില്ല, ഈ പരിപാടിക്ക് എനിക്കാരുടെയും ഇവിടെ ജീവിതകാലം മുഴുവൻ കണ്ടുരുട്ടി കാണിച്ചാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്യും. നീ കണ്ടുരുട്ടോ ഉരുട്ടായിരിക്കുകയും, നീ വിളിച്ചിട്ടല്ല ഞാൻ ദുര്യാവിലേക്ക് വന്നു, നിന്റെ ജോലിക്കാരനല്ല ഞാൻ ദൈവത്തിന്റെ ജോലിക്കാരൻ. അവിടെ നീ കണ്ടുരുട്ടി കാണിക്കണ്ട. നീ കണ്ടുരുട്ടി അങ്ങനെ പേടിക്കുന്ന ആളുകൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ശുശ്രൂഷ ഇട്ടേച്ച് പോകാൻ നോക്കുമോ? ദൈവം തന്ന ശുശ്രൂഷയല്ലേ, ഇട്ടേച്ച് പോകാൻ നോക്കുമോ? ഇട്ടേച്ച് പോകാനൊക്കെ ഇല്ല. ഒട്ടും മാനസിക വളർച്ച വരാത്തവരായിരിക്കുന്ന ആളുകളുണ്ട്. ഒട്ടും മാനസിക വളർച്ച വരാത്ത ആളുകൾ. അവർ പിണങ്ങത്തെ നമ്മൾ നോക്കി നിൽക്കുക. ഈ ആർമേഘം വന്ന് ചിലപ്പോൾ സൂര്യനെ ഇങ്ങനെ മറയ്ക്കുന്ന പോലെ നമ്മൾ നോക്കി നിൽക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, സൂര്യനെ കാണുന്നത് പറഞ്ഞ പോലെയാണ് അവർ. പെട്ടെന്ന് അവർ വിടും. അവര് വളർച്ച വരുന്നില്ല. നിങ്ങളെങ്ങനെയാണ്? ശാരീരികമായി വളർന്നിട്ടുണ്ടോ? ചെയ്യേണ്ട ജോലികൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ആരോഗ്യവും ബലമുണ്ടോ? മാനസികമായിട്ട് എങ്ങനെയാണ്? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ, രോഗങ്ങൾ വന്നാൽ, സംഘർഷങ്ങൾ വന്നാൽ, സാമ്പത്തിക പരാധീനതകൾ വന്നാൽ, എതിർപ്പുകൾ വന്നാൽ, പോലീസ് കേസെടുത്തേണ്ടി വന്നാൽ പാളിപ്പോവോ അതോ പിടിച്ചിരിക്കുമോ? വലിയ ചോദ്യങ്ങളാണ്. സ്പിരിച്വൽ ആയിട്ടുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ടോ? പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവ്, മൂല്യങ്ങൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, സഭയുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരെ നടത്താനുള്ള കഴിവ്, അതൊക്കെ വേണം. ചിലടത്ത് അതൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ അയൽവക്കത്ത് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അവർക്കൊരു മോനേ ഉള്ളൂ, എന്നേക്ക് 2 വയസ്സ് മൂത്തതാ. അവന്റെ ഈ കാല് പണ്ട് ചൊറി വരുമെന്ന് പറഞ്ഞില്ലേ, കാലിൽ മുട്ടിൻ്റെ അവിടെയുള്ള ചൊറി വന്നിട്ട് അതങ്ങനെ പസെല്ലാം കൂടെ വന്നിട്ട് അത് ഉണങ്ങി അവിടെ ഇരുന്നിട്ട് ഇത്രയും പുറ്റ് പോലെ ഇരിക്കുക. അവൻ അപ്പനുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരൊക്കെ ഉണ്ട്. ആശുപത്രി കൊണ്ട് കാണിക്കില്ല. ഒരു ദിവസം അപ്പൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അവനൊക്കെ ഇളയതാ, 2 വയസ്സ് ഇളയതാ, മോനെ ഇവനെയും കൊണ്ട് ആശുപത്രി വരുന്നു, പോയി ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിച്ച് ഇതിന് മരുന്ന് വെപ്പിച്ചിട്ട് വരാൻ വന്ന്. എന്നൊക്കെ 2 വയസ്സ് മൂത്ത അപ്പനും ഉണ്ട്, അമ്മയുണ്ട്. ഞാൻ പറയും പോവാന്ന് പറയും. വരുമില്ല. ഞാൻ അവരെ പിടിച്ചു കൊണ്ടുപോയി പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ ഒക്കെ നോക്കിയിട്ട് പരിതാപകരമാന്ന് പറയും, ഇത്രയുണ്ട് പുറ്റ് ബസ്സെല്ലാം കൂടെ. ഡോക്ടർ എന്നോട് ചോദിച്ചു, ചോറ് കണ്ട പേടിയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കത് 12 വയസ്സേ ഉള്ളൂ. 10 വയസ്സ്, 12 വയസ്സ്, അവന് 14 വയസ്സ്. ചോറ് കണ്ട പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത്രയധികം ചോരയൊന്നും കണ്ടിട്ടില്ല, പേടിയില്ലെന്നാ തോന്നുന്നു പറഞ്ഞു. അവനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയോളാൻ പറഞ്ഞു. അങ്ങനെ അവനെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു സ്റ്റീൽ വയർ എടുത്തിട്ട് അതിന്റെ പുറത്തിട്ട് ഇങ്ങനെ ഒരു വലിയ ആ സാധനം ഇത്രയും പുറ്റിഞ്ഞ് ഇളകി വന്നിട്ട് ചോര അങ്ങ് തെറിക്കുക. അപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചു, ഈ 14 വയസ്സുള്ള ആളിനെ 12 വയസ്സുള്ള ആൾ കൊണ്ടുപോകണം. അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ആളുകളെന്നാണ് ഞാൻ പറയുന്നത്. അവരെ കുറിച്ചൊക്കെ പറയുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളെ. 5ാം ക്ലാസ് കഴിഞ്ഞ 6ാം ക്ലാസ്സില് ഫസ്റ്റ് എന്നാ പറയുന്നത്. 5 കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ആണ്. ഫസ്റ്റ് ഫോമിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ അപ്പച്ചൻ കൂടെ വന്നു. അവിടെ ഫസ്റ്റ്, സെക്കൻഡും, തേർഡും കഴിഞ്ഞ് 4th, 5th, 6th പിന്നെ വേറെ ഹൈസ്കൂളാണ്. അവിടേക്ക് പോകാൻ നേരം ഞാൻ പറഞ്ഞു, അപ്പച്ച ഇന്ന് സ്കൂളില് അഡ്മിഷൻ എടുക്കുന്നത് ഞാനെന്ത് വേണമെന്ന് ചോദിച്ചു. അഡ്മിഷൻ എടുക്കണം, നീ പോയി എടുക്കും, നിനക്ക് പഠിക്കണം, നീ പോയി എടുക്കും, അല്ലേ ഇതിനപ്പോൾ ആടിനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ നോക്കിയില്ല. എല്ലാ പിള്ളേരും പറഞ്ഞു, എല്ലാ പിള്ളേരും കൂട്ടല്ല നിന്റെ പിള്ളേർ, എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞു. വേണേ ചെയ്യും, നിർബന്ധമൊന്നുമില്ലെന്ന്.
പഠിക്കുന്നതിന്റെ അവകാശമല്ലെന്ന്, പഠിക്കുന്നതിന്റെ പ്രിവിലേജാണ്, പദവിയാണ്. കാശ് തന്നേക്കാന്ന് പറഞ്ഞു, ഫീസ് കൊടുക്കാനും ഒക്കെ. അപ്പച്ചൻ വന്നില്ല, ഞാൻ തന്നെ പോയി. അവിടുന്ന് പിന്നെ കോളേജ് ചേരാൻ പോയപ്പോഴും എല്ലാവരും പേരൻസിനെ കൊണ്ടുവരണമെന്നുണ്ട്. ഞാൻ അപ്പച്ചനെ പറഞ്ഞു, അപ്പച്ചൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന ദിവസമായി, ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ കോളേജിൽ പഠിക്കണം, നീ പോയി പഠിക്കും, ഫീസ് തന്നേക്കാം. എല്ലാ പിള്ളേരുടെയും അപ്പനല്ല ഞാൻ നിന്റെ അപ്പനാന്ന് പറഞ്ഞു. നിന്റെ കൂടെ വരുന്ന പ്രശ്നമായിരുന്നു. 5ാം ക്ലാസ് വരെ മക്കളോട് വരും, അത് കഴിഞ്ഞാൽ തന്നെ കാലം ജീവിക്കണം. ജീവിക്കാൻ വയ്യാത്തവൻ ജീവിക്കണ്ട. ഞാൻ പറഞ്ഞ ജീവിക്കാൻ അറിയാൻ വയ്യാത്തവൻ ജീവിക്കണ്ട, പോയി ചാകും. എന്തിനു ജീവിച്ചിരിക്കും? ഞാൻ തന്നെയാ പോയത് കോളേജിൽ. എൻ്റെ അപ്പനെ ഞങ്ങളുടെ ഈ ഒരു സ്കൂളിൽ മാത്രം വന്നിട്ടുണ്ട്. 5ാം ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റിലേക്ക് പോയപ്പോൾ മാത്രം വന്നിട്ടുണ്ട്. രോഗം വന്ന വേണേ പോയി ഡോക്ടറെ കാണുന്നു പറയും, അപ്പച്ചൻ വരുമില്ല. അവ തന്നെ നീക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരം വന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ വയ്യാത്ത അബദ്ധം ചെയ്തു. BSc പാസ്സായെന്ന് എനിക്ക് ജോലി വാങ്ങിച്ചു, ഹൈസ്കൂളിലെ ടീച്ചറായി. അന്ന് തന്നെ റിസൾട്ട് അറിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോലി പ്രവേശിച്ചു. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഒരു പെണ്ണിനെ കൂടെ നിനക്ക് കല്യാണ സമയമാകുമ്പോൾ കാണിച്ചു തരാം, അതോടുകൂടെ എനിക്ക് ഇതിനെ പറ്റിയുള്ള സർവ്വ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഒരാഴ്ചയോടെ ജോലി ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് മേപ്പെട്ട് പഠിക്കണം പറഞ്ഞു. പഠിച്ചു. എനിക്ക് തോന്നുന്നില്ല. ഞാൻ 10 വയസ്സ് തരുന്നു. 10 വയസ്സ് അപ്പച്ചൻ തന്നുമില്ല. ഞാൻ തന്നെ ജോലി ചെയ്ത് BSc കഴിഞ്ഞു, MA പാസ്സായി, LLB പാസ്സായി. അത് കഴിഞ്ഞ് തന്നെ അമേരിക്കയ്ക്ക് പോയി, അവിടെ തന്നെ ജീവിച്ചു, എല്ലായിടത്തും ജീവിച്ചു. അപ്പനോട് 10 വയസ്സ് വാങ്ങിയിട്ടില്ല. 10 വയസ്സ് വാങ്ങി. എനിക്ക് അഭിമാനപൂർവ്വം പറയാം. അതിന്റെ കാര്യം എന്താ വെച്ചാൽ അപ്പൻ എന്നെ പഠിപ്പിച്ചു തന്നെ നിൽക്കാനേ. അതുകൊണ്ടാ ഞാൻ പോയിടത്തല്ല. എൻ്റെ കൂടെ അപ്പനും വന്നെങ്കിൽ ഞാൻ പോകാൻ നോക്കുമോ തന്നെ? ഇല്ല. അപ്പൊ എന്നെ തന്നെ വിട്ടു. ജീവിക്കണേ, നീ ജീവിക്കെന്ന് പറഞ്ഞു, അല്ലെ നീ ജീവിക്കണ്ടെന്ന് പറഞ്ഞു. തന്നെ ജീവിക്കാൻ അറിയാൻ വയ്യാത്തവൻ ജീവിക്കാൻ അർഹതയുള്ളതല്ലോ. അപ്പൊ എന്നെ അത് പഠിപ്പിച്ചു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അപ്പച്ചനോട് അന്നൊക്കെ പ്രയാസം തോന്നി. എല്ലാവരുടെയും അപ്പന്മാർ വരുമ്പോൾ ഞാൻ മാത്രം അനാഥനെ പോലെ പോയി നിൽക്കണമെന്ന്. പക്ഷെ അത് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ പറയുന്നത് ഓവർ പ്രൊട്ടക്ഷൻ ചെയ്യരുത്. ഒരു കാര്യം, നമ്മുടെ കഴിവുകളുണ്ട്. സഭാ കാര്യങ്ങളും അങ്ങനെയാണ്. ഏത് സഭയിൽ ചെന്നാലും അവിടെയൊക്കെ ഞാൻ 6 മാസത്തിനുള്ളിൽ അവിടുത്തെ മൂപ്പനായെന്ന് വേണമെങ്കിൽ പറയാം, എവിടെ ചെന്നാലും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദൈവം തന്ന കൃപാവരം ഞാനങ്ങനെ കയറി പ്രകാശിപ്പിക്കും. ആര് പറഞ്ഞാലും പറഞ്ഞില്ലേ. 4 ദിവസം പ്രകാശിപ്പിച്ച് കഴിയുമ്പോൾ അവർ പറയും, എന്നാ പ്രതികൂടിരിക്കട്ടെ. അങ്ങനെ വേണം. ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആലോചനയാണല്ലോ ചോദിക്കുവേ. ചെറിയ കാര്യങ്ങൾക്ക് ആലോചന ചോദിക്കും. ഒരാലോചനയും ചോദിക്കേണ്ട കാര്യമല്ല. 3ാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനുള്ള 3ാമത്തെ നമ്മുടെ പരിശോധന എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സ്വഭാവത്തിന്റെ വൈകല്യങ്ങളിലും ഒക്കെയുള്ള വിജയം എങ്ങനെയാണ്. പാപത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം, സാത്താന്റെ മേലുള്ള നമ്മുടെ വിജയം, അതൊരു വലിയ കാര്യമാണ്. ചില ആളുകളെ എവിടെയും ചെന്ന് ലോകവും പരാജയപ്പെടുത്തി, ജഡവും പരാജയപ്പെടുത്തി, സാത്താനും പരാജയപ്പെടുത്തി, എട്ടിത്തിട്ട് അങ്ങനെ വലച്ചു കളയുന്നില്ല. നീതിമാനെ വലഞ്ഞു പോയ ദോത്തെന്ന് പറഞ്ഞു വലച്ചുകൾ എല്ലാം അങ്ങനെയല്ല. നമുക്ക് വിജയിക്കേണ്ട കാര്യങ്ങളുണ്ട്. സിസ്റ്റമിക് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? സിസ്റ്റമിക് പ്രോബ്ലം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരു സിസ്റ്റമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ വ്യവസ്ഥയിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന ഒരു നിഷേധാത്മക സ്വഭാവമുണ്ട്. ചിലർക്കത് നിരാശയാണ്, ചിലർക്കത് ഭയമാണ്, ചിലർക്കത് സ്വാർത്ഥതയാണ്, ചിലർക്കത് ദ്രവ്യാഗ്രഹമാണ്, ചിലർക്കത് ലൈംഗിക പ്രോബ്ലമാണ്, ചിലർക്കത് കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുകേടാണ്. ഇങ്ങനെ ഒരു സിസ്റ്റമിക് പ്രോബ്ലം. ഇപ്പൊ ദാവീദിന്റെ സിസ്റ്റമിക് പ്രോബ്ലം ആയിരുന്നു ലൈംഗിക പ്രോബ്ലം എന്ന് പറയും. ശലോമോനും ആ പ്രോബ്ലം. ഓരോരുത്തർക്കും ഉണ്ട്. അതിനെ നിങ്ങൾ അതിജീവിക്കാതെ എങ്ങനെയാ ജീവിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ വാക്യമുണ്ടല്ലോ, പാപം വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കിഴക്കണം. അതിന് വ്യാഖ്യാനമായിട്ട് ഞാൻ പറയല്ലേ, എല്ലാ മനുഷ്യന്റെയും വാതിൽക്കൽ ഒരു പാപം കിടപ്പുണ്ട്. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. നിന്നെ കീഴ്പ്പെടുത്തണമെന്നാണ് പാപത്തിന്റെ ആഗ്രഹം. നീ അതിനെ കീഴ്പ്പെടുത്തണം. ഇതിലാരെങ്കിലും ഒരാളെ കീഴ്പ്പെടുത്തും. കയ്യിൻ അതിനെ കീഴ്പ്പെടുത്തിയില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് പേര് കീഴ്പ്പെടുത്താതെ പോയി. ലോകത്തിനുണ്ടായിരുന്നു, ദ്രവ്യാഗ്രഹമായിരുന്നു, ലോകസ്നേഹമായിരുന്നു. ലോകത്തിന്റെ വാതിൽക്കൽ കിടന്ന പാപം അവസാനം ലോകത്തിനെ അത് കീഴടക്കി. ലോകത്തിനെ കീഴടക്കിയില്ല. ദാവീദിന്റെ ലൈംഗിക പ്രശ്നമായിരുന്നു. ശലോമോനും അത് തന്നെയായിരുന്നു. ശൗലിന് എന്തായിരുന്നു പ്രശ്നം? ശൗലിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ശൗലിൻ്റെതായിരിക്കുന്ന ഒരു നിലപാട് തന്റെ ജീവിതത്തിൽ വെച്ചിരുന്നു.
ദൈവം പറഞ്ഞാലും വചനം പറഞ്ഞാലും അതിന് താനൊരു നിലപാട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ. അത് തന്നെയായിരുന്നു അവനെ അവസാനം നശിപ്പിച്ചത്. പുരോഹിതന്മാർക്ക് യാഗം കഴിക്കാൻ വെക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ പുരോഹിതൻ വന്നില്ലെങ്കിൽ ഞാൻ കയറി ചെയ്യും. അതെന്റെ പ്രമാണമാണ്. സകലത്തെയും കൊന്നുകളയണമെന്ന് പറഞ്ഞാൽ നല്ലതിനെയൊന്നും അങ്ങനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. മോശമായതിനൊക്കെ കൊല്ലാം, നല്ലതിനൊക്കെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. അത് അവന്റെ രീതിയാ. ശിംശോൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ വാതിൽക്ക് കിടന്ന പാപം എന്താണെന്നറിയാം? ലൈംഗിക പാപത്തിനൊന്നുമല്ല ശിംശോൻ വീണത്. ശിംശോന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തെ ശിംശോൻ മാനിച്ചില്ല എന്നുള്ളതാണ്. വചനത്തോട് യാതൊരു ബഹുമാനവും ഇല്ലായിരുന്നു. നാശവ്രതക്കാരൻ ചത്തതിനെ തുടരുന്ന് പറഞ്ഞാൽ കഴുതയുടെ താടിയല് കണ്ടാൽ അത് എടുക്കും, അതുകൊണ്ട് ഞാൻ അടിച്ചുകൊല്ലും. സിംഹത്തിന്റെ ശവത്തിന്റെ ഉടലിൽ ഞാൻ കൈയിട്ട് തേനെടുത്ത് തിന്നും, അപ്പനും കൊടുക്കും. കള്ളം പറയരുന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം കള്ളം പറയും. ദലീലയെ വിളിച്ച് എത്ര കള്ളം അവിടെ കിടന്ന് പറഞ്ഞു. അവൻ വചനത്തോടെ യാതൊരു ബഹുമാനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ പോയി. അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. പത്രോസിന് ഭയം എന്നുള്ളതായിരുന്നു, അതിനൊക്കെ പത്രോസ് കീഴ്പ്പെടുത്തിയില്ല. തന്റെ ജീവിതത്തിൽ ഒരിക്കലും കീഴ്പ്പെടുത്തിയില്ല. അന്ത്യോക്യയിലായിരിക്കുമ്പോഴും യെരൂശലേമിൽ നിന്ന് ചില സഹോദരന്മാർ വന്നപ്പോൾ പേടിച്ചു പെട്ടെന്ന് മാറി നിന്നു. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോ നമ്മുടെ ബലഹീനതകളെ നാം കീഴ്പ്പെടുത്തണം. കീഴ്പ്പെടുത്താതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജഡത്തിൻ്റെതായ ബലഹീനതകളുണ്ട്. ലോകത്തുള്ള നമ്മുടെ സമീപനത്തിൽ, സാത്താനുള്ള നമ്മുടെ ഇടപാടിൽ. അപ്പൊ നമ്മളെ പരാജയപ്പെടുത്തുന്ന 3 മേഖലകളാണ്, നമ്മുടെ 3 ശത്രുക്കളാണ്: ലോകം, ജഡം, പിശാച്. ഈ 3 ശത്രുക്കളെയും നാം കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യ ജീവിതം നോർമലായിട്ട് കൊണ്ടുപോകാൻ ഒക്കൂ. ഈ 3 ശത്രുക്കൾ നിരന്തരം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ലോകം എങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പാടാ? നിനക്ക് മറ്റു ജോലി തരാം, നിനക്ക് 50,000 രൂപ ശമ്പളം കൂട്ടിത്തരാം, ഞായറാഴ്ചയുള്ള ജോലി വേണമെന്നുള്ളതേ ഉള്ളൂ. പോരെ പോരെ പോരെ. ജഡമോഹം, കൺമോഹം അതുപോലെയാണ്. നീ എന്തിനാ പെണ്ണെ കെട്ടുന്ന? സുന്ദരിയായ ഒരു പെണ്ണ് ഞാൻ നിനക്ക് തരാം, സുന്ദരിയായ ഒരു പെണ്ണിനെ തരാം, നിനക്ക് 100 പവന്റെ ആഭരണവും തരാം, പിന്നെ നിനക്ക് അതും തരാം, ഒരു കാറും തരാം, ഫ്രിഡ്ജും തരാം, നിനക്ക് ചെറിയ വീടും തരാം. നീ പോലെ എന്തിനാ പെണ്ണെ കിട്ടപ്പോ? വിശ്വാസം എന്ന് പറയുന്നത് നിനക്ക് അവളെ പിന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചാൽ പോരെ? നീ അവളോട് സുവിശേഷം പറഞ്ഞാൽ പോരെ? സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടാത്ത പെണ്ണുണ്ടോ? ലോകവും ജഡവും പിശാചും ഒക്കെ ഇങ്ങനെ നമ്മൾ പുറകെ നടക്കുക. ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണം. കർത്താവ് പറഞ്ഞ പോലെ വേണം, പിശാചെ ഗെറ്റ് ഔട്ട് എന്ന് പറയണം, എന്നെ വിട്ടുപോകുന്നു പറയണം. നീ കളിച്ച് പറയില്ലേ, കൊത്തി മുറത്തി കയറി കൊത്തുക, അല്ലെ വെടിവെച്ച് തോക്കിന്റെ അകത്ത് കയറി വെക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കരുത്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് വിജയിക്കേണ്ട, നമ്മളെ പരാജയപ്പെടുത്തുന്ന മേഖലകളുണ്ട്. ആ മേഖലകളെ നാം പരാജയപ്പെടുത്തണം. അനേകരും അവരുടെ ജീവിതത്തിൽ അവരെ പരാജയപ്പെടുത്തുന്ന മേഖലകളിൽ അവർക്ക് പരാജയമടയുകയാണ്, അവർ വിജയം വരിക്കുന്നത്. ഭയങ്കര പോരാട്ടമാണ്. കർത്താവിനെ കീഴ്പ്പെടുത്താനായിട്ട് നോക്കി ദൈവദാസന്മാർ എത്ര പേരെയാണ്. പൗലോസിനോടുകൂടി അന്ത്യം വരെയും സുവിശേഷ വേല വിശ്വസ്തമായി ചെയ്ത ഒരാൾ ദേമാസ്. എന്നിട്ട് അവസാന കാലം എന്ത് പറ്റു? ഈ വർത്തമാനകാല ലോകത്തെ സ്നേഹിച്ചിട്ട്, ലവിങ് ദിസ് പ്രസന്റ് വേൾഡ്, ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഭൗതികതയെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. കർത്താവിന് വേണ്ടി ഉപയോഗിച്ച ദൈവദാസന്മാരൊക്കെ അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ്, ഈ ലോകത്തെ സ്നേഹിച്ചിട്ടാണ് അവർ പോകുന്നത്. അമേരിക്കയ്ക്ക് പോകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു, ഒന്നും ആത്മീകമായി വളരാനോ ആത്മാക്കളെ നേടാനോ ഒന്നുമല്ലല്ലോ, ഭൗതികമായ നന്മയ്ക്ക് മാത്രം കണക്കാക്കിയാ പോകുന്നത്. അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സങ്കടകരമായിരിക്കും. അവരുടെ തലമുറകൾ അവർക്ക് നഷ്ടപ്പെടും. അതാണ് പോകുന്നത്. തെറ്റൊന്നുമല്ല, അമേരിക്കയിൽ പോകുന്നതിന് ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ആരോടും പോകരുതെന്ന് പറയില്ല. പക്ഷെ നീ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നിനക്ക് തന്നെ ബോധ്യമാണ്. നീ എന്തിനാണ് പോകുന്നത്? നീ പോകുന്നതുകൊണ്ട് ദൈവം എങ്ങനെ മഹത്വപ്പെടും? ദൈവത്തിന്റെ പരിപാടി എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അതിന് ഉത്തരം പറയാതെ നീ പോകും. അല്ല എല്ലാവരും ഈ കേരളത്തിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയുമോ? ഒരിക്കലും ഞാൻ പറയും. നാം നോർമൽ ക്രിസ്ത്യൻസ് ആണോ എന്നറിയാനായിട്ട് നമ്മുടെ ഹാബിറ്റ്സിനെ പരിശോധിച്ചാൽ മതി. നമുക്ക് ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ടല്ലോ ജീവിതത്തിൽ, ഇല്ലേ? ക്വൈറ്റ് ഒരു ഹാബിറ്റായി തീർന്നിട്ടുണ്ടോ? ബൈബിൾ സ്റ്റഡി ഒരു ഹാബിറ്റായി തീർന്നിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു ഹാബിറ്റായി തീർന്നിട്ടുണ്ടോ? സുവിശേഷം പറയുന്ന ഒരു ഹാബിറ്റായി തീർന്നിട്ടുണ്ടോ? സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ഹാബിറ്റായി തീർന്നിട്ടുണ്ടോ? സഭായോഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റായിട്ട് തീർന്നിട്ടുണ്ടോ? കൃപാവര പ്രകാശനം ഒരു ഹാബിറ്റായിട്ട് തീർന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് ഹാബിറ്റ്സുകൾ നമുക്കുണ്ട്. നമ്മുടെ ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ എങ്ങനെയാണ്?
കോയറ്റം എടുക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ കോയറ്റം എടുക്കേണ്ടത്? കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കും, അപ്പനും അമ്മയും പഠിപ്പിക്കും, മോനെ കോയറ്റം എടുക്കുന്ന പഠിപ്പിക്കും. അതൊരു 5, 6, 7 വയസ്സ് വരെ, 5, 6 വയസ്സ് വരെയൊക്കെ പഠിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ അവൻ തന്നെ പോരുന്ന് കോയറ്റം എടുക്കും, അവൻ അറിയാവുന്ന വിധത്തിലുണ്ട്. അല്ലെ അവന് വേദഭാഗം വായിച്ചിട്ട് അവരും, ഡാഡി ഈ വേദഭാഗത്ത് എന്താ കർത്താവ് പറയുന്നത്, എനിക്കൊന്ന് പറഞ്ഞു തന്നെ, എന്റെ കോയറ്റം ഇന്നതാ മോനെ പറയുന്നത്. അപ്പം പോയി എഴുതും. പ്രാർത്ഥന ഹാബിറ്റ് ഉണ്ട്. കുളിക്കുന്നതും പല്ല് തേക്കുന്നതും ഒക്കെ ഹാബിറ്റ് വരുന്ന. നിങ്ങളൊരു വഴിക്ക് പോവുകയാണ്, 4 മണിയാകുമ്പോൾ നിങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ പോകണം, വണ്ടി വരാറായി, നിങ്ങൾ ഒരുങ്ങിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കോയറ്റം എടുത്തിട്ടില്ല, എല്ലാം കൂടെ നിങ്ങളുടെ കയ്യിൽ ആകെ അരമണിക്കൂറേ ഉള്ളൂ, നിങ്ങൾക്ക് കോയറ്റം എടുക്കണം, ഡ്രസ്സ് ചെയ്യണം, കുളിക്കണം, ആഹാരം കഴിക്കണം, പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യും? അത് വെറും പ്രയോറിറ്റിയുടെ ഗുണം മാത്രമല്ല, നിങ്ങളുടെ ഹാബിറ്റാണ്, നിങ്ങളുടെ ഡിസിപ്ലിൻ, അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ്, നിങ്ങളുടെ ശീലത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ പറയും, ഇല്ല ഞാൻ ഇന്ന് ആഹാരം കഴിക്കുന്നില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, എനിക്ക് സമയമില്ല, എനിക്ക് ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമുള്ളൂ, കഷ്ടിച്ച്, എന്നിട്ട് ഡ്രസ്സ് ചെയ്യാനുള്ള സമയം, അത്രയും സമയമുള്ളതുകൊണ്ട് ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയുമോ? അയ്യോ, ബൈബിൾ നാളെ വായിക്കരുത്, ബൈബിൾ എങ്ങാണ്ട് ഇറങ്ങി പോകുന്നുണ്ടോ? ബൈബിൾ നാളെ വായിക്കാൻ വേണ്ടി, ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് നാളെ കഴിക്കാനൊക്കെ പോയില്ല, അത് പളിച്ചു പോകും, കേടായിപ്പോയില്ല, അപ്പൊ ഇന്ന് തന്നെ കഴിക്കണം. നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ നമ്മളെ അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ടില്ല. 90 വയസ്സുള്ള 90-ലായിരിക്കും 85 വയസ്സുള്ള ഒരു ദേവദാസന്റെ ചരിത്രത്തിൽ വായിച്ച അദ്ദേഹം 85 വയസ്സായി, അദ്ദേഹത്തിന് ഗ്രീക്ക് പഠിക്കാൻ, ഹീബ്രു പഠിക്കാൻ അവസരം കിട്ടിയില്ല. ഈ 85-ാമത്തെ വയസ്സിൽ ഹീബ്രു പറഞ്ഞു. അപ്പൊ വേറൊരു ദൈവദാസൻ ബന്ധുപ്പോയാൽ ഹീബ്രു പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു, എന്റെ ദൈവദാസൻ ഈ വയസ്സെന്ന കാലത്ത് ഹീബ്രു പറഞ്ഞു, ഇപ്പോഴല്ലേ ഇനി ഞാൻ എപ്പോഴാണ് പഠിക്കുന്നത്? അത് അച്ചടക്കം എന്ന് പറയും. അദ്ദേഹത്തിന് ബോധ്യമായി, വചനം സത്യസന്ധമായിട്ട് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് മൂലഭാഷ ഹീബ്രു ഭാഷയും പഠിക്കണം, അതിന് പ്രായം എന്നെ തടയാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇപ്പോഴല്ലേ ഞാൻ എപ്പോൾ പഠിക്കും. അപ്പൊ ഇതൊക്കെ അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അച്ചടക്കങ്ങളുമാണ്. പ്രാർത്ഥന ജീവിതമാണെങ്കിൽ അങ്ങനെ തന്നെ. സുവിശേഷം പറയുന്നതാണെങ്കിൽ ഇപ്പോഴല്ലേ ഞാൻ, നീ എപ്പോഴാണ് സുവിശേഷം പറയുന്നത്? ഒരു പാവപ്പെട്ട മനുഷ്യൻ വീട്ടിൽ വന്നു, അദ്ദേഹം പറഞ്ഞ സത്യം വലിയ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞാൽ വന്നത്. അദ്ദേഹം ക്യാൻസർ രോഗിയൊന്നും അല്ലായിരിക്കും, ചിലപ്പോൾ വെറും നുണയായിരിക്കും പറഞ്ഞത്, എനിക്കറിയാം ചിലപ്പോൾ എന്താ വെറും നുണ. എങ്കിലും ക്യാൻസർ രോഗിയാണ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു തുകയുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കും. ആണെന്ന് പറഞ്ഞാൽ ആ തുക ആയിക്കോളും. ഇനി അയാൾ കള്ളം പറഞ്ഞെങ്കിൽ അയാൾ ദൈവമായിട്ട് തീർക്കട്ടെ, ഞാനുമായിട്ട് തീർക്കേണ്ട വിഷയമാണ്. സാധാരണ സൽപ്രവൃത്തികളിൽ ഉത്സാഹിയായിരിക്കാനാ പറയുന്നത്, ചോദിക്കുന്നവരുടെ കൊടുക്കാനാ പറയുന്നത്. അത് നമ്മുടെ കഴിവിന് അനുസരിച്ചാണ് കൊടുക്കേണ്ടത്, വരുന്നവരുടെ അർഹതയനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അതൊക്കെ ഉണ്ട്, ആനന്ദങ്ങൾ പലതുണ്ട്. പക്ഷെ ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴാണ് സൽപ്രവൃത്തി ചെയ്യുന്നത്? സ്വർഗത്തിൽ ചെന്നിട്ട് സൽപ്രവൃത്തി ചെയ്യാൻ നോക്കൂ, സ്വർഗത്തിൽ ചെന്ന് സുവിശേഷം പറയാൻ നോക്കൂ, അതൊക്കെ ഇപ്പോഴേ ചെയ്യാൻ നോക്കൂ. അതിനൊക്കെ ഒരു അച്ചടക്കം വേണം. അച്ചടക്കമില്ലാതൊന്നും ശരിയാവില്ല. അതുപോലെ ആ ചർച്ച അറ്റൻഡൻസ്, സഭായോഗങ്ങളെ പ്ലൂറലാണ്, ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭായോഗം ഉണ്ടോ, സഭയ്ക്ക് യോഗമുണ്ടോ, ഐ മസ്റ്റ് ബി ദെയർ. മാറ്റിവെക്കാവുന്നത് സഭായോഗം മാറ്റിവെക്കാൻ ഒക്കില്ല, അത് ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ്. വളരെ അപൂർവമായ അസുഖങ്ങൾ എനിക്ക് ഒരു വിധത്തിൽ മാനേജ് ചെയ്യാൻ വയ്യാത്ത 1-2 സാഹചര്യങ്ങളിൽ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സഭായോഗം മുടങ്ങിയിട്ടുണ്ടല്ലേ, ഞാൻ മുടക്കില്ല. കാരണം അത് ഞാൻ മുടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് ഞാൻ ലംഘിക്കുന്നത്. അതനുസരിക്കാനുള്ള കൃപയും ശക്തിയും ദൈവമാണ് നൽകുന്നത്, ഇതുവരെ നൽകിയിട്ടുണ്ട്. മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച ഒന്നും വരരുത്, അമേരിക്കയുള്ളവർ എവിടെ നിന്നുള്ളവർ ഞങ്ങളാരും വരില്ല എയർപോർട്ട് സ്വീകരിക്കാൻ. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം, ആ ദിവസം വരാനും ഒക്കില്ല, പോകാനും ഒക്കെ. ശനിയാഴ്ച വന്നോണം, തിങ്കളാഴ്ച പൊക്കോണം, അല്ലെ തന്നെ പൊക്കോണം. അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. കർത്താവിനേക്കാൾ പ്രധാനപ്പെട്ടവരല്ല മക്കളെ, സഭായോഗത്തേക്കാൾ പ്രധാനപ്പെട്ട വേറെ യോഗമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, നമുക്കൊരു അച്ചടക്കമുണ്ട്, നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ വല്ലപ്പോഴും ഒത്തെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ജീവിതത്തിനല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിന്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നതിന്. കർത്താവിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ശനിയാഴ്ചയും പള്ളി പോകുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നു, പതിവ് പോലെ പള്ളിയിൽ ചെന്നു. ഇന്ന് ശനിയാണോ, പള്ളി പോവും, പള്ളി പോകേണ്ട ദിവസം. ചില ഞായറാഴ്ച ഡ്രൈവ് ചെയ്യാൻ പോകും, ഞായറാഴ്ച ജോലിക്ക് പോകും, ഞായറാഴ്ച കൂട്ടുകാർ പോകും, ഞായറാഴ്ച പിക്നിക്കിന് പോകും, ഞായറാഴ്ച മക്കൾ അവിടുന്ന് വരുന്നുണ്ട്, പേർഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്, ഇവിടുന്ന് വരുന്നുണ്ട്. ഇപ്പമാർക്കൊന്നും ഞായറാഴ്ച വരാനും പോകും, വേറെ ദിവസമൊന്നുമില്ല, ആഴ്ച 7 ദിവസത്തിൽ. ഹാബിറ്റ് അല്ലെന്നേ, ഞായറാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന മക്കളല്ല. പിന്നെ
ചില പരീക്ഷയൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻട്രൻസ് എക്സാം ഉണ്ട്, ഞായറാഴ്ച എഴുതരുതെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലേ എഴുതുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റി വെക്കാൻ നോക്കില്ല. അങ്ങനെയൊക്കെ ചില പിടിച്ചു വെക്കാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സഭയെ അറ്റൻഡൻസും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ നോർമൽ ക്രിസ്ത്യൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് തന്നെ കഴിയണം. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ഇട്ടാൽ മതി. ഞാനൊരു മാതൃകാ ക്രിസ്ത്യാനിയാണ്, ഏത് വിഷയത്തിൽ നോക്കിയാലും ഞാൻ മാതൃകാ ക്രിസ്ത്യാനിയാണ്. അല്ലെങ്കിൽ എനിക്കിനി ഒരുപാട് വളരാനുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാ മേഖലയിലും ഒരുമിച്ച് വളരാനൊക്കെ ഇല്ല. ഞാൻ 1-2 മേഖലകളിൽ വ്യതിയാനങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. എങ്ങനെയും ഉപജീവനം കഴിഞ്ഞു പോകുകയാണെങ്കിൽ എങ്ങനെ ജീവിച്ചാൽ മതി. ദൈവത്തിന് പ്രസാദമുള്ളവരും ദൈവം മാനിക്കുന്നവരുമായിട്ട് ഈ ലോകത്ത് ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ് ലക്ഷ്യമെങ്കിൽ ഇന്നത്തെ പോലെ ജീവിച്ചാൽ പോരാ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ എന്തെങ്കിലും ഒക്കൂ. ഒരു ദാസന് കിട്ടിയില്ല, അലസനും ദുഷ്ടനുമായ ദാസൻ എന്നല്ലേ വിളിച്ചത്, മടിയനും ദുഷ്ടനുമായ ദാസൻ. അപ്പോൾ അങ്ങനെ വിളി കേൾക്കാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ. എൻ്റെ ദൈവമക്കളെ, നമുക്കതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര തമാശയുള്ള ജീവിതമാണ്, രസകരമായ ജീവിതമാണ്, അനുഗ്രഹീതമായ ജീവിതമാണ്. പക്ഷേ അത് അനുഗ്രഹീതമാക്കുന്നത് നമ്മളാണ്. ദൈവം എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഹായം എപ്പോഴും സ്വീകരിക്കാൻ നാം തയ്യാറാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.